إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്ത് നിന്ന്, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തേണ്ട ഒന്നാണ് ഖബർ ചിന്ത. ഖബറിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്നുള്ളതാണ് നാം ശ്രവിച്ചത്. പരിശുദ്ധ ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, അഥവാ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബറിലും ഖബറാനന്തര ജീവിതത്തിലും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരു വിശ്വാസി, അവന് ആ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി പിശാച് സദാസമയവും പണിയെടുത്തുകൊണ്ടിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാറുണ്ട്. അതിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പാരായണം ചെയ്താൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗം, ആ മാർഗത്തിലാണ് നിങ്ങൾ ചേർത്തേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുന്നില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, പിഴച്ചുപോയ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിൽ അല്ല പടച്ചവനെ ഞങ്ങളെ ചേർക്കേണ്ടത് എന്ന് ഒരു വിശ്വാസിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ആളുകളിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ അബദ്ധങ്ങളിലേക്ക് ഒരിക്കലും മുസ്ലിമേ നീ പോകാൻ പാടില്ല. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ സദാസമയം കാവൽ തേടിക്കൊണ്ടിരിക്കണം, ജാഗ്രത പാലിക്കുന്നവനായിരിക്കണം. എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുക? അത് സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ആരാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർ? അത് ജൂത നസറാക്കളാണ്, ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന പല വ്യതിയാനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ വ്യതിയാനം? അത് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അത് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കിതാബുൽ ജനായിസിൽ വളരെ കൃത്യമായി കൊണ്ടത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട് സംഭവിച്ച അബദ്ധം എന്താണ്? അത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് കടന്നു വരിക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിശദീകരിക്കുന്നു കാണാൻ കഴിയും. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ വിരോധിക്കുകയാണ്. എന്താണ് വിരോധിച്ചിട്ടുള്ളത്? പ്രവാചകൻ പറഞ്ഞു, ഖബർ കുമ്മായം പൂശാൻ പാടില്ല, അതിന്മേൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ നിങ്ങൾ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല, അതിന്മേൽ നിങ്ങൾ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായിക്കൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വീണ്ടും വിശദീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂതന്മാരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. എന്താണ് ശപിക്കാൻ കാരണം? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രംഗം നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പ്രയാസങ്ങളിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന ആ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ കാര്യം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായിട്ടുണ്ട്. എന്താണ് ശാപത്തിന് കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതാണ് ശാപത്തിന്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും അയച്ച പ്രവാചകന്മാർ, ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ മരണശേഷം അവരുടെ ഖബറുകളെ അവർ ആരാധിക്കുന്ന മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ജൂത ക്രിസ്ത്യാനികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനും അല്ലാഹുവിന്റെ കോപത്തിന് അവർ പാത്രീഭൂതരാകുവാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. എന്താണ് ചിന്തിക്കേണ്ട വിഷയം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ അവർ സാധാരണക്കാരന്റെ ഖബറിനെ അല്ല അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത്. അതല്ലെങ്കിൽ ഊരും പേരും അറിയാത്ത, ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്ത, ഊരും പേരും അറിയില്ല, മശഹൂറും കുറവില്ല എന്ന് പറയുന്ന ഖബറിനെയല്ല, അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ ഖബറുകളെയാണ് അവർ മസ്ജിദുകളാക്കി മാറ്റിയത്. സാധാരണക്കാരന്റെ ഖബറല്ല, ഏതെങ്കിലും വലിയന്റെ ഖബറല്ല, ആ വലിയന്റെ ഖബറോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ഖബറോ അല്ല, ആ ഖബറുകളെയാണ് അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇത് തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നതായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, അവർ ലോകത്ത് ഏറ്റവും കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബർ പോലുമല്ല അവർ കെട്ടിപ്പൊന്തിച്ച് മഖബറുകളാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചിരിക്കുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചതും അള്ളാഹുവിന്റെ പ്രവാചകൻ ആക്ഷേപിച്ചതും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രവർത്തനം തന്റെ ഉമ്മത്തിന് ഭയപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്കത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ, ഇതാ എന്റെ ഉമ്മത്ത് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്റെ ഉമ്മത്തിന് താക്കീത് കൊടുക്കുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ട് ആ ഉമ്മത്തിന് താക്കീത് കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മാത്രമല്ല, ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ഖബറിനെ പോലും അങ്ങനെ ആളുകൾ ആക്കി മാറ്റുമോ എന്ന് പ്രവാചകൻ ഭയപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന, അള്ളാഹു എന്റെ ഖബറിനെ നീ ഒരിക്കലും വിഗ്രഹമാക്കി മാറ്റരുത്,
ജൂത ക്രിസ്ത്യാനികൾ അവിടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾക്ക് സംഭവിച്ചതുപോലെ എൻ്റെ മരണശേഷം ഈ ആളുകൾ, ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, قال النبي صلى الله عليه وسلم في مرضه الذي مات فيه لعن الله اليهود والنصارى اتخذوا قبور انبياء مساجدا. قالت ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലൗലാ ദാലിക, അങ്ങനെ പ്രവാചകന്റെ ഖബർ ഈ പ്രവാചകന്റെ മരണശേഷം ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റപ്പെടുന്ന ഭയപ്പാട് ഇല്ലായിരുന്നുവെങ്കിൽ ലഅബ്റസു ഖബ്റഹു, സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബർ പുറത്ത് ആണ് ഉണ്ടാക്കുക. ഖൈറ അന്നി അഖ്ശ അൻ യുത്തഖദ മസ്ജിദൻ, എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഭയപ്പെട്ട കാര്യം എന്താണ്? പ്രവാചകന്റെ ഖബർ അത് ആരാധിക്കപ്പെടുന്നൊരവസ്ഥയാക്കി മാറ്റപ്പെടുമോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും അങ്ങനെ ആക്കി മാറ്റപ്പെടുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഭയപ്പെട്ടു. അതുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബറിനെ വീടിന്റെ ഉള്ളിലാക്കി മാറ്റി. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ രൂപത്തിലാണ് മുസ്ലിം സമുദായത്തിൽ ഈ ഖബറിന്റെ വിഷയത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുക. അത് പ്രവാചകൻ പഠിപ്പിച്ചതും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടതുമാണ്. സഹോദരന്മാർ, ഇത് സംഭവിച്ചിട്ടില്ലേ? ഇത് നമ്മുടെ നാടുകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകൾ എന്ന് പറഞ്ഞ് കെട്ടി ഉയർത്തിയതായി കൊണ്ട് കാണാൻ കഴിയും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ പൊന്നു മുഅ്മിനീങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് മാതൃകയാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മുഅ്മിനിന്റെ ഖബർ എങ്ങനെയായിരിക്കണം എന്നതിന് ഏറ്റവും നല്ല മാതൃക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. ആ ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇത് കൃത്യമായി കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇന്ന് ചില ഫോട്ടോകളിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ വലിയ ജാറമുള്ള അല്ലെങ്കിൽ വലിയ കെട്ടിടമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറും ഒരേ സ്ഥലത്താണല്ലോ ഉള്ളത്. ആ ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതാണ് ഞാൻ വായിക്കുന്നത്. എന്താ ഇമാം ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബാബു മാ ജാഅ ഫീ ഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, റസൂലുള്ളാഹിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരണം ആ അധ്യായത്തിൽ കാണാം. حدثنا فروة قال حدثنا علي عن هشام بن عروة لما سقط عليهم الحائط في زمن الوليد بن عبد الملك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ മതില് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ വീണുപോയി. മഴ കൊണ്ടോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രകൃതിക്ഷോഭം കൊണ്ടോ വീണുപോയി. അങ്ങനെ അഖദൂ ഫീ ബിനാഇഹി, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചുറ്റുമുള്ള ആ മതിൽ അവർ വീണ്ടും പണിയാൻ ആരംഭിച്ചു. ഫബദത് ലഹും ഖദമുൻ, അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടുന്ന് മണ്ണെടുത്തപ്പോൾ അവർക്കൊരു കാല് പുറത്തേക്ക് കണ്ടു. ഫഫസിഉ, അപ്പോൾ അവർ ഭയപ്പെട്ടു. വളന്നു അന്നഹാ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ പാദമാണോ റസൂലുള്ളാഹിന്റെ കാലാണോ എന്നവർ ഭയപ്പെട്ടു. ഫമാ വജദു അഹദൻ യഅലമു ദാലിക ഹത്താ ഖാല ലഹും ഉർവ, ഇത് റസൂലുള്ളാഹിന്റെ കാലാണോ അതോ മറ്റു അബൂബക്കറിന്റെയോ അതുപോലെ തന്നെ ഉമറിന്റെയോ കാലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉർവ അവിടെ വന്നു. ലാ വല്ലാഹി മാ ഹിയ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹിയ ഇല്ലാ ഖദം ഉമർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറല്ല, കാലല്ല, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലായിരുന്നു എന്ന് ഉർവ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്കത് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഹദീസിനൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസുകൾ വിശദീകരിച്ചപ്പോൾ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹദീസ്? ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ എന്ന് പറയുന്ന താബിഇയായ മനുഷ്യൻ, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫഖുൽതു യാ ഉമ്മ
ഇക്ഷിഫി ലി അൻ ഖബ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബിഹി. അല്ല ഉമ്മ, നിങ്ങൾ എനിക്ക് മുത്തുനബിയുടെ ഖബറും ആ മുത്തുനബിയുടെ കൂടെ കിടക്കുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹു ഖബറും നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്ത് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട 3 ഖബറുകൾ, റസൂലുള്ളാഹിന്റെ ഖബറും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖബറുകൾ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ഫകശഫ്തു ലഹു അൻ 3 ഖുബൂരിൻ ലാ മുശറഫ. അത് ഉയർത്തപ്പെട്ടതായിക്കൊണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നീട് അത് വീണ്ടും വിശദീകരിച്ചത് കൊണ്ട് കാണാം എത്രയാണ് അതിന്റെ ഉയരം. ഫറഅയ്തുഹു മുർതഫിഅൻ നഹവൻ മിൻ 4 അസാബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളായ അബൂബക്കറിന്റെയും സിദ്ദീഖിന്റെയും ഉമറിന്റെ ഫാറൂഖിന്റെയും ഖബർ വെറും 4 വിരലിന്റെ ഉയരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നേർക്ക് നേരെ ഉമ്മയോട് അനുവാദം ചോദിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് കണ്ട പ്രവാചകന്റെ സഹാബത്തിലും ദീൻ പഠിച്ച താബീങ്ങൾ വിശദീകരിച്ചതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ ഉയർത്തപ്പെട്ടിട്ടില്ല എന്നത് ഇത് ലോകത്ത് സലഫികൾ പറയുന്ന വാദമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ലോകത്ത് ഉയർത്തപ്പെടാൻ അർഹതയുള്ള ഖബർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാണെങ്കിൽ അത് ഉയർത്തപ്പെട്ടിട്ടില്ല സഹോദരന്മാരെ. വെറും 4 വിരലിന്റെ ഉയരം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ. ഇനി സഹാബത്തിന്റെ ഖബറോ? മഹാന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലം അറ ഖുബൂറൽ മുഹാജിരിൻ വൽ അൻസാർ മുജസ്സസതൻ. അൻസാരികളുടെയും അതുപോലെ തന്നെ മുഹാജിരിങ്ങളുടെയും ഖബറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുമ്മായമിട്ട് അതല്ലെങ്കിൽ അമിതമായി കൊണ്ട് ഉയർത്തിയതായിക്കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ഖബറുകൾ ഉയർത്തിയപ്പോൾ വഖദ് റഅയ്തു മിനൽ ഉലാത്തി മൻ യഹ്ദിമു ബിമക്ക മാ യുബ്നാ ഫീഹാ. ചില ആളുകളൊക്കെ അത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ആ ഉയർത്തിയതിനെ തട്ടി തകർക്കാൻ വേണ്ടി ആ അന്നത്തെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഫലം അറൽ ഫുഖഹ യഈബൂന ദാലിക, അത് ഒരു മോശപ്പെട്ട പ്രവർത്തനമായി കൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ കാണുകയും ചെയ്തിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറും ഉയർത്തിയിട്ടില്ല, സഹാബത്തിന്റെ ഖബറും ഒരു ചാണിന് മുകളിൽ പോകിയിട്ടില്ല. ഇനി സഹോദരന്മാരെ, ആരാണ് ഈ ഖബർ ഉയർത്തുകയും അവിടെ ഖബറിന്റെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന പണി ആരാണ് തുടങ്ങിയത്? അത് ജൂതന്മാരാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇബ്തദഅത്തിൽ യഹൂദ്, അത് ജൂതന്മാരുണ്ടാക്കിയ പ്രവർത്തനമാണ്. ആ ജൂതന്മാരിൽ നസ്രാക്കൾ ക്രിസ്ത്യാനികൾ അവർ അത് സ്വീകരിച്ചു. ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ജൂതന്മാരിലൂടെ ഷിയാക്കളിലൂടെ ഈ ഉമ്മത്തിലേക്ക് കയറി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആരാണ് ആദ്യമായി കൊണ്ട് ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്? ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം ബുഖാരി ബാബുമായി ഖുറഹു മിൻ ഇത്തിഖാദിൽ മസാജിദ് അലൽ ഖുബൂർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഖബറിന്റെ മുകളിൽ പള്ളികൾ ഉണ്ടാക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു അഥർ നിങ്ങൾ നോക്കൂ. വലമ്മ മാതൽ ഹസൻ ബിൻ ഹുസൈൻ ബിൻ അലി, അലി റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ മരിച്ചപ്പോൾ ളറബത് ഇംറഅതുൽ ഖുബ്ബ അലാ ഖബ്രിഹി സനതൻ, അവരുടെ ഭാര്യയായ അഥവാ ഫാത്തിമ ബിൻത് ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ ഭാര്യ തന്റെ ഭർത്താവിന്റെ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബുണ്ടാക്കി. ഒരു വർഷക്കാലമാണ് കുബ്ബുണ്ടായത്. അങ്ങനെ തുമ്മ റുഫിഅത്ത്, പിന്നീട് ആ കുബ്ബ തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ പിന്നീട് ആ കുബ്ബ മാറ്റപ്പെട്ടു. ഇതിന് മാറ്റപ്പെട്ടതിന് ശേഷം ഫസമിഉ സായിഹൻ യഖൂൽ, ഒരു സംസാരം ഈ ആ കുടുംബക്കാർ കേൾക്കുകയാണ്. അഥവാ ഹസൻ ബിൻ അലിയുടെ കുടുംബക്കാർ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം? അലാ ഹൽ വജദു മാ ഫഖദു, നിങ്ങളിവിടെ ഈ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബൊക്കെ ഉണ്ടാക്കിയ ഒരു ഫുസ്താത്ത്, ഒരു കത്തപ്പുറക്ക് കെട്ടിയിരുന്നല്ലോ, ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വല്ലതും നിങ്ങൾക്ക് അവർ കണ്ടെത്തിയോ? ഫഅജാബൽ ആഖർ, വേറെ ഒരാൾ അതിന് മറുപടി പറഞ്ഞു, ബൽ യഇസു ഫൻഖലബു, അവർക്കൊന്നും കിട്ടിയില്ല, അങ്ങനെ അവർ പിന്മാറിക്കഴിഞ്ഞു. ഈ സംഭവം ഇമാം ബുഖാരി തന്റെ സഹീഹിൽ
ബാബുമായി ഇത്തിഖാദിൽ മസാജിദ് അൽ ഖുബൂർ എന്ന് പറയുന്ന ബാബ് എനിക്ക് കൊണ്ടുവന്ന ഒരു അസറാണ്. ഈ അസർ സ്വീകരിക്കപ്പെടാവുന്ന അസറാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആദ്യമായി കൊണ്ട് ഒരു ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കി. എന്തിനാ കുബ്ബ ഉണ്ടാക്കിയത്? ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. എന്തിനാണ് ഇവിടെ കുബ്ബ ഉണ്ടാക്കിയത്? അത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇന്നമാ ലറബത്ത് അൽ ഖൈമ ഹുനാക, ഇവിടെ ഹൈമുണ്ടാക്കിയത് ഖബറിന്റെ മുകളിൽ ആദ്യമായി കൊണ്ട് ഹൈമുണ്ടാക്കിയ ഈ പെണ്ണി ഹൈമുണ്ടാക്കിയത് എന്തിനാണ്? അവിടെ വെച്ച് പ്രാർത്ഥിക്കാനല്ല, അല്ലെങ്കിൽ അവ മരിച്ചുപോയ തന്റെ ഭർത്താവിനോട് സഹായം ചോദിക്കാനല്ല, തന്റെ ഭർത്താവിൽ ഇസ്തിഗാസ് നടത്താനല്ല. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാണല്ലോ, ഭർത്താവിന്റെ ഖബറിന്റെ അടുത്ത് തന്നെ ഞാൻ പോയി ജീവിക്കാം, ഒരു ഇസ്തിംതാഇന് വേണ്ടിയാണ്. അതുപോലെ തന്നെ തഖീലൻ ബിൽ ഇസ്തിസ്ഹാബിൽ മഅലൂഫി മിൻ ഉൻസി വമകാബറത്തിൽ ലിൽ ഹസ്സി കമാ യതഅല്ലലു ബിൽ മുഖൂഫി അലൽ അത്ലാലിൽ ബാലിയ, ഒരു അവശിഷ്ടങ്ങളുടെ അടുക്കൽ പോയിക്കൊണ്ട് ആളുകൾ നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് ഒഴിവാക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഒരു അശരീരി അവർ കേൾക്കുന്നത്. ശരിക്കും ചിന്തിക്കുക, ഈ ഖബറിന്റെ മുകളിൽ കുബ്ബുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അതവർ പൊളിച്ചു മാറ്റി. ആ പൊളിച്ചു മാറ്റിയപ്പോൾ ഒരു അശരീരി അവർ കേൾക്കുന്നു. എന്താ അശരീരി? അവർക്ക് വല്ലതും കിട്ടിയോ? കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പൊളിച്ചു മാറ്റി. ആരാണ് ഈ അശരീരി ഉണ്ടാക്കിയത്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, കഅന്നഹുമാ മിനൽ മലായികത്തി ഔ മിനൽ മുഅ്മിനീൽ ജിന്നി, ഒന്നുകിൽ അത് അശരീരി ശബ്ദം പുറപ്പെടുവിച്ചത് മലക്കുകളായിരിക്കാം, അതല്ലെങ്കിൽ മുഅ്മിനുകളായ ജിന്നുകളായിരിക്കാം. എന്തിനു വേണ്ടിയാണ്? ഇവർക്കൊരു മൗഇദത്തിന് വേണ്ടി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഈ സ്ത്രീ തന്റെ ഭർത്താവിന്റെ ഖബറിന്റെ അടുക്കൽ, ഒരു അമ്പിയാക്കന്മാരുടെ മഹാന്റെ ഒന്നും ഖബറല്ല, തന്റെ ഭർത്താവിന്റെ ഖബറിന്റെ അടുക്കൽ ഒരു ചെറിയ കുറ്റിപ്പുര വെച്ച് കെട്ടി. നമ്മുടെ നാട്ടിൽ ഖത്തപ്പുര ഉണ്ടാക്കി. ആ ഖത്തപ്പുര ഉണ്ടാക്കിയത്, അതിനെ സംബന്ധിച്ച്, ലോകത്താദ്യമായി കൊണ്ടുണ്ടാക്കിയ ഖത്തപ്പുരയെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞ വാചകം കേട്ടോളൂ. ഫജാഅത്തുഹുമുൽ മൗഇദതു അലാ ലിസാനിൽ ഹാതിഫൈൻ, ഈ രണ്ട് അശരീരി ശബ്ദം അവർ കേട്ടു. അതവർക്കൊരു മൗഇദത്തായിരുന്നു, ഉപദേശമായിരുന്നു. എന്തിനു വേണ്ടി? ബിതഖ്ബീഹി മാ സനഊ, അവർ ചെയ്ത ഏറ്റവും മോശപ്പെട്ട ആ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കാൻ, ഏറ്റവും മോശപ്പെട്ട ഏറ്റവും ഖബീഹായ, ഏറ്റവും വൃത്തികെട്ട ആ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് വിരമിക്കാൻ ഒരു മൗഇദത്താണത്. എന്താണ് ഇവിടെ ഖബീഹായ പ്രവർത്തനം? ഖബീഹായ പ്രവർത്തനം എന്താ? തന്റെ ഭർത്താവിന്റെ ഖബറിന്റെ മുകളിൽ ഒരു ഖത്തപ്പുര ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് ഇസ്തിഗാസ് നടത്താനോ അല്ലെങ്കിൽ തന്റെ ഭർത്താവിൽ നിന്ന് ബർക്കത്തെടുക്കാനോ ഒന്നുമല്ല ഉണ്ടാക്കിയത്, വെറുതെ ഖബറിന്റെ മുകളിൽ ഒരു ഹൈമുണ്ടാക്കി. ആ പ്രവർത്തനം പോലും വളരെ ശനിയായ, വളരെ മോശമായ പ്രവർത്തനമായിക്കൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഹറാമാണെന്ന് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഞാൻ ഏതാനും ചില ഉദ്ധരണികൾ കൂടി ഈ വിഷയത്തിൽ നിങ്ങൾ കേൾപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇത്തിഖാദി ഖബരിഹി വഖബരി ഗൈരിഹി മസ്ജിദൻ, എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഖബറും അതല്ലാത്ത ആളുകളുടെ ഖബറും പള്ളികളാക്കുന്നതിൽ നിന്ന് പ്രവാചകൻ വിരോധിക്കാൻ കാരണം? ഖൗഫൻ മിനൽ മുബാലഗതി ഫീ തഅലീമിഹി വൽ ഇഫ്തിതാൻ ബിഹി, ആ ഖബറുകളെ ആദരിച്ച് അവസാനം അവർ ഫിത്നയിലേക്ക് എത്തിപ്പെടും. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോ, ഫറുബ്ബമാ അദ്ദാ ദാലിക ഇലൽ കുഫ്രി, റസൂലുള്ളാഹിന്റെ ഖബറിനെ ആദരിച്ച് ഈ ഉമ്മത്ത് കുഫറിലേക്ക് എത്തിപ്പെടും. മഹാന്മാരുടെ ഖബറുകളെ ആദരിച്ച് ഈ ഉമ്മത്ത് കുഫറിലേക്ക് എത്തിപ്പെടും. ഇത് മുജാഹിദുകൾ പറയുന്നതല്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം പറയാണ്, എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഖബറിലൂടെ എങ്ങനെ കുഫർ വരിക, മഹാന്മാരുടെ ഖബറിലൂടെ എങ്ങനെയാണ് കുഫർ വരിക? അത് ഇമാം നബവി പറയാണ്, കാരണം മുൻഗാമികൾക്ക് അത് സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് കുഫർ സംഭവിച്ചിട്ടുണ്ട്. ആ കുഫർ റസൂലുള്ളാഹിന്റെ ഖബറിലൂടെയും ഈ ഉമ്മത്തിലെ മഹാന്മാരുടെ ഖബറിലൂടെയും വരാൻ പാടില്ല.
ആ കുഫ്ർ വരാതിരിക്കാനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് ഖബർ കെട്ടിപ്പൊന്തിക്കുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത് അത് കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്താ കാണാൻ കഴിയുന്നത്? മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഖബർ കെട്ടിപ്പൊന്തിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ബാബുന്നഹി അൻ ജുലൂസി അൽ ഖബരി വസ്സലാത്തി അലൈഹി, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, വഇൻ കാന ഫീ മഖ്ബറത്തിൻ മുസബ്ബറത്തിൻ ഫഹറാം, ഒരു പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ അത് ഹറാമാണ്. നസ്സ അലൈഹി ശാഫിഈ വൽ അസ്ഹാബ്, ഷാഫിയും ഇമാം ഷാഫിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിൻപറ്റിയ ആളുകളും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ശാഫിഈ ഫിൽ ഉമ്മി, ഇമാം ഷാഫി തന്റെ ഉമ്മിൽ പറഞ്ഞിരിക്കുന്നു, വറഅയ്തുൽ അയിമ്മത ബിമക്ക യഅ്മുറൂന ബിഹദിമി മാ യുബ്ന, ഖബറിന്റെ മുകളിലൂടെ എടുപ്പുകളെ തല്ലി പൊളിച്ച് കളയാൻ ഇമാം ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല വയുദുൽ ഹദ്മ ഖൗലുഹു തആല, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഈ വാചകം കൂടി ഇതിന് തെളിവാണ്. വലാ ഖബറ മുശ്റഫൻ ഇല്ലാ സവൈതഹു. അതിൽ വീണ്ടും നബി പറയുന്നു, ഖാല ഷാഫി റഹ്മത്തുള്ളാഹ്, ഇമാം ഷാഫി വീണ്ടും പറഞ്ഞിരിക്കുന്നു, വഅക്റഹു, ഞാൻ വെറുക്കുന്നു, അൻ യുഅല്ലമ മഖ്ലൂഖുൻ, ആ ഒരു മഖ്ലൂഖ് തഅലീം ചെയ്യപ്പെടുന്ന ആദരിക്കപ്പെടുക എന്നതിനെ, ഹത്താ യജഅല ഖബറുഹു മസ്ജിദൻ, ഹത്താ യജഅല ഖബറുഹു മസ്ജിദൻ, അദ്ദേഹത്തിന്റെ ഖബർ ഒരു പള്ളിയാക്കപ്പെടുകയും, മഖാഫത്തുൽ ഫിത്നതി അലൈഹി വഅലാ മൻ ബഅദഹു മിനൻ നാസ്, ജനങ്ങൾക്കത് ഫിത്നയാകും എന്നതുകൊണ്ട് അത് കൃത്യമായി കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഒറ്റ വാചകം കൂടി പുത്തൻപള്ളിയിലെ ആളുകൾ ശ്രദ്ധിച്ചോളി. ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന, ഞങ്ങൾ ഷാഫിഈ മദ്ഹബിലാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഇവിടെ ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കി, ജാറമുണ്ടാക്കി, വരുമാനമുണ്ടാക്കി, ഉറൂസും അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങൾ നടത്തുന്നെങ്കിൽ, ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ മദ്ഹബിനോട് നിങ്ങൾക്ക് കൂറുണ്ടെങ്കിൽ ഈ ഒരു വാചകം ശ്രദ്ധിച്ചോളൂ. എന്താ വാചകം? ഇമാം നവവി പറയാണ്, വഫീ ഹാദിൽ ഹദീസി കറാഹത്തു തജീസിസിൽ ഖബറി വൽ ബിനാഇ അലൈഹിം വതഹരീമുൽ ഖുഊദി, ആ പിന്നെ ഖബറിന്മേൽ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അതിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതൊക്കെ കറാഹത്താകുന്നു. ഇത് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഷാഫിഈ മദ്ഹബ്, അഥവാ ഖബറിന്മേൽ കെടുപ്പുണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഷാഫിഈ മദ്ഹബ്. അത് മുജാഹിദുകൾ പറയുന്നതല്ല. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുസ്ലിം പറയുന്നു, ഹാദാ മദ്ഹബു ശാഫിഈ, ഷാഫിഈ മദ്ഹബ് എന്താണ്? ഖബറിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല, അതിന്മേൽ ബിനാ ഉണ്ടാക്കാൻ പാടുള്ളതല്ല, അതിന്മേൽ ഇരിക്കാൻ പാടുള്ളതല്ല, അത് കറാഹത്താകുന്നു, വിരോധിക്കപ്പെട്ട കാര്യമാകുന്നു, ഹറാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സൂറത്തുൽ ബഖറ കഹ്ഫിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഖാല ഉലമാഹുന വഹാദാ യുഹറമു അലൽ മുസ്ലിമീൻ അൻ യത്തഖദു ഖുബൂറൽ അംബിയാഇ വൽ ഉലമാഇ മസാജിദ, പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു, അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാകുന്നു. മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നു, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഇത് ഹറാമാണ്. ഖബറുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കി ആ ഖബറുകളെ ജാറമുണ്ടാക്കുന്നത് ഹറാമാണ് എന്ന്. ഇത് കേരളത്തിലെ ഏതെങ്കിലും വഹാബികൾ പറയുന്നതല്ല, ഇത് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും സഹോദരന്മാരെ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അങ്ങനെ വല്ല എടുപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ എടുപ്പുകളെ തച്ച് നിരപ്പാക്കണം. ഇസ്ലാമിക ഗവൺമെന്റുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് തച്ച് നിരപ്പാക്കണമെന്നും ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ ഇമാമായി കൊണ്ട് നടക്കുന്ന ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നു, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖുബാബില്ലതി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ജാറങ്ങളും എടുപ്പുകളുമെല്ലാം അത് തട്ടി നിരപ്പാക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. സുന്നത്താണ് എന്നല്ല, അനുവദനീയമാണെന്നല്ല, വാജിബാകുന്നു, നിർബന്ധമായി കൊണ്ട് പൊളിക്കണം. ആര്? ഇസ്ലാമിക ഗവൺമെന്റുള്ള സ്ഥലത്താണെങ്കിൽ. എന്നിട്ട് പറയാണ് കാരണം എന്തെന്നറിയോ? ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ, മദീനയിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില കപടവിശ്വാസികൾ ഉണ്ടാക്കിയ, വിശ്വാസികളെ ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ എന്ന് പറയുന്ന, പ്രവാചകൻ പൊളിച്ച് കത്തിച്ച് കളയാൻ വേണ്ടി പറഞ്ഞ പള്ളിയുണ്ടല്ലോ,
ആ പള്ളിയേക്കാൾ മുസ്ലിമീങ്ങൾക്ക് അപകടകരമാണ് ഈ ജാറങ്ങൾക്ക് മുകളിലുള്ള ഈ ജാറങ്ങൾക്ക് മുകളിലുള്ള എടുപ്പുകളും കുബ്ബകളുമെന്ന്. ഇത് മുജാഹിദിന്റെ കിതാബിൽ നിന്നല്ല വായിക്കുന്നത്. ഇബ്നു ഹജർ ഇബ്നു ഹൈതമിയുടെ സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആദ്യം അത് കബായിറായിക്കൊണ്ട് എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഈ ജാറങ്ങളും എടുപ്പുകളും ഉണ്ടാക്കിയത് റസൂലുള്ളാഹിന്റെ മദ്ഹബ് പിൻപറ്റിയിട്ടല്ല, റസൂലുള്ളാഹിന്റെ വാക്കുകൾ ചെവി കൊടുക്കാതെ ആ പ്രവാചകനോട് എതിരി നിന്നുകൊണ്ടാണ് ആ ഖബറുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാരണം പ്രവാചകൻ അത് വിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്ന കബറുകൾ, ഒരു ചാണിന് മുകളെ അല്ലെങ്കിൽ 4 പേരിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന കബറുകൾ അത് തട്ടി നിരപ്പാക്കാൻ വലാ ഖബറ മുശ്രിഫൻ ഇല്ലാ സവൈതുഹു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, വതജിബു ഇസാലത്തു കുല്ലി ഖിൻദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ, ഖബറിന് മുകളിലുള്ള എല്ലാ നിലവിളക്കുകളും എല്ലാ വിളക്കുകളും അവിടുന്ന് നീക്കം ചെയ്യണം. മാത്രമല്ല, വലാ യസിഹു വഖഫുഹു, അത് വഖഫ് ചെയ്യാനും ജായിസല്ല. പുത്തമ്പള്ളിയിലേക്ക് ആ വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ നിറച്ചു നേരാനും അതുപോലെ തന്നെ വിളക്ക് നിറച്ചു നേരാനും ഒന്നും പാടില്ലെന്ന് നിങ്ങൾ മഹാന്മാരായി കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർ തന്നെ സഹോദരന്മാരെ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിൽ ഷിയാക്കളിലൂടെ ജൂതന്മാരിൽ നിന്ന് കൈമാറി വന്നും ഷിയാക്കളിലൂടെയാണ് കേരളത്തിലേക്കും ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അഹ്ലുസുന്നയിലേക്ക് ഈ ഒരു ഖബർ ആരാധനയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളും കടന്നു വന്നിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഇത് ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് അത് അഹ്ലുസുന്നയ്ക്ക് പരിചയമുള്ള ഏർപ്പാടല്ല. നേരെ മറിച്ച് അത് ഷിയാക്കളാണ് കൊണ്ടു നടക്കുന്നത് എന്ന് സമസ്തക്കാർ തന്നെ അവരുടെ അൽ മുബാറക്ക് മാസികയിൽ എഴുതിയതായിക്കൊണ്ട് കാണാൻ കഴിയും. പുണ്യാത്മാക്കളുടെ ഖബറുകൾ സന്ദർശിച്ച് അവിടെ അനുഗ്രഹങ്ങൾ തേടുന്നത് സുന്നികളും ഷിയാക്കളും മതപരമായി പുണ്യകർമ്മമായിട്ടാണ് കരുതുന്നത്. സുന്നികൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാര്. അപ്പൊ സമസ്തക്കാരും ഷിയാക്കളും മഹാന്മാരുടെ ഖബറുകൾ ചെന്ന് അവിടെ അനുഗ്രഹം തേടുന്നത് പുണ്യകർമ്മമായി കണ്ടാണ് കാണുന്നത്. വഹാബികളുടെ വീക്ഷണത്തിൽ ഖബറിടം സന്ദർശിക്കുന്നത് പരേതന് വേണ്ടി പ്രാർത്ഥിക്കാനും നാമും മരിക്കേണ്ടവരാണെന്നത് ഓർമ്മിക്കാനുമാണ്. അത് വഹാബികളുടെ വാദമല്ല, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാദമാണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കണം, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത എന്നത് വഹാബികൾ പഠിപ്പിച്ചതല്ല, ഞങ്ങളുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാം, പക്ഷെ 2 കാര്യം. ഒന്ന്, നിങ്ങൾക്ക് മരണത്തെപ്പറ്റി ചിന്ത, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് കേട്ടോ, നാം മരിക്കേണ്ട പുണ്യാത്മാവിന്റെ അനുഗ്രഹം തേടൽ വേണ്ടിയുള്ള ഖബർ സന്ദർശനം വഹാബി വീക്ഷണത്തിന് നിഷിദ്ധമാണ്. ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നത് അവർ ഹറാമായിട്ടാണ് കാണുന്നത്. ഇത് ഞങ്ങൾ മാത്രമല്ല, ഞാൻ ഇവിടെ വായിച്ചു, ഇമാം ഖുർത്തുബി അടക്കമുള്ള ലോകത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. സുന്നികളും ഷിയാക്കളും അഥവാ സമസ്തക്കാരും ഷിയാക്കളും അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരുടെ ഖബറുകൾ സിയാറത്ത് സൗകര്യാർത്ഥം കെട്ടിപ്പൊക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി പറയുന്നു, അങ്ങനെ വല്ല ഖബറുകളും സിയാറത്തിന് വേണ്ടി കെട്ടിപ്പൊക്കിയാൽ അത് കെട്ടിപ്പൊക്കിയ ഖബറുകളെ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. അതിലേക്ക് ധൃതിപ്പെടൽ നിർബന്ധമാണ്. അത് ഇസ്ലാമിക രാജ്യമുള്ളിടത്തെ പറ്റുള്ളൂ, ഇവിടെ പറ്റൂല. ഇത് നിങ്ങളുടെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് വളരെ കൃത്യമാണ് വിഷയം. പ്രവാചകൻ തന്റെ അന്ത്യനിമിഷങ്ങൾ പോലും വസിയത്ത് കൊടുത്ത ഈ ഉമ്മത്തിന് താക്കീത് കൊടുത്ത വിഷയത്തിൽ പോലും നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഖബറിനെ നമ്മൾ കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുന്നു. ജൂതനസറാക്കൾ ചെയ്തതുപോലെ അവർ അവിടെ അമ്പിയാക്കന്മാരുടെ ഖബറിനെയാണ് ഈ ഏർപ്പാടിന് വിധേയമാക്കിയതെങ്കിൽ ഊരും പേരറിയില്ല, മശൂറും കൂറവില്ല എന്നൊക്കെ പറഞ്ഞ് ഏതോ ഖബറിടത്തിലേക്ക് ഏതോ പിന്നെ ഖബറിന്റെ കടലിന്റെ തീരത്തടിഞ്ഞ ഏതോ ചില പിന്നെ ആളുകളെ ഖബറിനെ പോലും നിങ്ങൾ മഖബറുകളാക്കി മാറ്റിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സഹോദരന്മാരെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഹറാമായ കാര്യമാണ്. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട.
ഹറാമെന്ന് തെളിയിക്കാൻ കൊട്ടക്കണക്കിന് തെളിവുകൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ഹദീസിൽ നമുക്കവിടെ ഉദ്ധരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹറാമെന്ന് വിട്ടു നിൽക്കണം. ഹറാമ് ചെയ്താൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, വിജയിക്കാൻ സാധിക്കില്ല. ഇത് ബിദ്അത്ത് കൂടിയാണ്. പ്രവാചകന്റെയും സഹാബത്തിന്റെയും താബീങ്ങളുടെയും ഇമാമിങ്ങളുടെയും കാലഘട്ടത്തിലില്ലാത്ത ശിയാക്കളി സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയ ഈ ബിദ്അത്തിനെ ഒഴിവാക്കി അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇൽ മുസ്ലിമീൻ ഇന്നഹു ഗഫൂറുർ റഹീം.